ഇപ്പോൾ എം എൻ നിഷാദ് സംവിധായകൻ നമുക്കൊപ്പം ചേരുന്നു. എം എൻ നിഷാദ്, അക്കാദമിയുടെ ബൈലോ പോലും വായിക്കാത്ത ചെയർമാൻ നടത്തുന്നത് സിനിമാ സെറ്റിൽ നടത്തുന്ന മാടമ്പിത്തരം നിറഞ്ഞ പരാമർശങ്ങളും സ്വഭാവവും. ഇദ്ദേഹം മാറണമെന്നല്ല, ചെയർമാൻ സ്വഭാവം മാറ്റണമെന്നാണ് ബാക്കി കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ രീതിയിലാണല്ലോ നേരത്തെ എൻ അരുൺ സംസാരിച്ചത്. സിനിമാ ലോകത്തു നിന്നുള്ളവർ കാണുന്നത് ഏത് തരത്തിലാണ് ഈ വിഷയത്തെ? ഈ മാടമ്പിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ സംവിധായകരെല്ലാവരും മാടമ്പിത്തരം കാണിക്കുന്നവരൊന്നുമല്ല. ആ കാലമൊക്കെ പോയില്ലേ. അങ്ങനെ ഈ വരിക്കാശ്ശേരി മനയിലെ സവർണ ഭേദാഭിത്വത്തിൻ്റെ മാടമ്പിത്തരമൊക്കെ ആരെങ്കിലും ഇപ്പോഴും മനസ്സിലും നെഞ്ചിലും തലയിലും ഒക്കെ കൊടുത്തു നടക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗ്ഗത്തിലാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് ശ്രീ എൻ അരുൺ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം രഞ്ജിത്ത് മാറണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറണം എന്നുള്ളതാണ് ആവശ്യം. ഒരു ചൊല്ലുണ്ട്, കാരസ്കരത്തിന് കുരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ. ഏറ്റവും കയ്പുള്ളതാണ് കാരസ്കരം കുരു. അത് പാലിലിട്ട് എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ കയ്പ് മാറുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഒരാളുടെ ശീലങ്ങൾ മാറ്റാം, സ്വഭാവമൊന്നും മാറാൻ പറ്റത്തില്ല. അത് അയാളുടെ ജനസിലുള്ളതാണ്, അങ്ങനെ പണ്ടേ ഉള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറത്തില്ലല്ലോ. സ്വബോധമുള്ളവരാരും ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഇത്തരം ജൽപ്പനങ്ങൾ നടത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ രഞ്ജിത്തിനെ പോലുള്ള ആളുകൾ അക്കാഡമിയുടെ തലപ്പത്തിരിക്കുമ്പോൾ, ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ ബൈലോ പോലും വായിച്ചു നോക്കാതെ എന്താണ് അക്കാഡമി എന്നുള്ളത് മനസ്സിലാക്കാതെ ഇപ്പോഴും സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ അല്ലെങ്കിൽ കട്ട് പറയുന്ന ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ സെറ്റിൽ വരുമ്പോൾ റാൻമൂളിൽ നിൽക്കുന്നവരുണ്ടാവും. നമ്മളൊന്നും അങ്ങനെയല്ല കേട്ടോ, നമ്മളെല്ലാവരുമായിട്ട് ഒരേപോലെ പെരുമാറുന്നവരാണ്. ഇദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ചിന്താഗതികളോ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സെറ്റിലേക്ക് വരുന്നത് പോലെയാണ് ഇദ്ദേഹം വരുന്നതെങ്കിൽ അദ്ദേഹത്തിനെ പിടിച്ച് മാറ്റുക തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അഭിപ്രായം പുറത്ത് നോക്കുന്ന ഒരാളെന്ന വ്യക്തി എന്ന നിലയിൽ. ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ബിജുവിൻ്റെ വിഷയത്തിൽ തന്നെ ഇദ്ദേഹം പ്രത്യേക പരാമർശങ്ങൾ അങ്ങനെയൊന്നും പറയാൻ രഞ്ജിത്തിന് ആരാണ് ലൈസൻസ് കൊടുത്തത്? രഞ്ജിത്ത് നല്ല സംവിധായകനാണ്, നല്ല എഴുത്തുകാരനാണ്, നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ സിനിമകളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും. അയ്യപ്പോയാലും പ്രാഞ്ചിയേട്ടനായാലും സ്പിരിറ്റായാലും അങ്ങനെ എത്രയോ നല്ല സിനിമകൾ അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചു. അതോടൊപ്പം തന്നെ ഡ്രാമയും ഇത് റോക്ക് ആൻഡ് റോൾ വരെ പൊട്ടിപ്പൊളിച്ച പടങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിജയിക്കാതിരിക്കാം, അത് ഒരു സിനിമയുടെ വിധിയാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ടാവാം. പക്ഷെ അതുകൊണ്ട് രഞ്ജിത്ത് പറയുന്നത് മുഴുവൻ അങ്ങോട്ട് റാംമൂളി കേൾക്കാനൊന്നും അല്ല കേരളത്തിലെ സമൂഹം നിൽക്കുന്നത്. അവരതിന് പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ കേരളം പോലെയുള്ളൊരു സ്ഥലത്തൊക്കെ ഇങ്ങനെ വന്ന് മാടമ്പിത്തരം കാണിക്കാൻ അതൊന്നും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനോ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാനോ ഇതൊന്നും പുതുതായിട്ടുള്ള വിവാദങ്ങളൊന്നുമല്ല. കഴിഞ്ഞ IFFK സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അതായത് സർക്കാരിനെ സംബന്ധിച്ച് അതെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ബിജുവിൻ്റെ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ രഞ്ജിത്തിൻ്റെ നിലപാട് ശരിയല്ലാതെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനപ്പുറം ഒരു നിലപാട് സർക്കാരിന് എന്താണ് വേണ്ടത്? അപ്പോൾ സർക്കാർ ഒരാളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചോദിച്ചത് ഇതുവരെ ഉണ്ടായ വിവാദങ്ങളിൽ അവാർഡ് നിർണയം അടക്കമുള്ള വിഷയങ്ങളിൽ ഉണ്ടായ വിവാദങ്ങളിൽ മറ്റുള്ളവർ ഉയർത്തിയ പരാമർശങ്ങളിൽ ഒന്നും സർക്കാർ മറിച്ചൊരു നിലപാടല്ല എടുത്തിരിക്കുന്നത്. എല്ലാ സമയത്തും രഞ്ജിത്ത് എന്ന സംവിധായകനെ, അക്കാദമി ചെയർമാനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടുള്ളൂ. മറിച്ചൊരു നിലപാട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത്തവണ? അത് തീർച്ചയായിട്ടും അത് ഉണ്ടാവണമല്ലോ. അത് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുകയാണ്. വിശദീകരണം ചോദിക്കുമല്ലോ. തീർച്ചയായിട്ടും വിശദീകരണം ചോദിച്ചതാണ് ഞാൻ അറിഞ്ഞത്, അല്ലെങ്കിൽ ചോദിക്കേണ്ടി വരും. തീർച്ചയായിട്ടും മറിച്ചൊരു നിലപാട് എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനും നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇത്തരം അഹങ്കാരം നിറഞ്ഞ കാര്യം നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 2-3 ദിവസമായി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ആളുകളെ ഇൻസൾട്ട് ചെയ്യുക, ആളുകളെ വളരെ മോശമായിട്ട് തിരിച്ച് പറയാൻ ആളുകൾക്ക് കഴിവില്ലാത്തതൊന്നുമല്ല. ഇതിനേക്കാളും നാറികഥകൾ പറയാൻ ആളുകൾക്ക് പറ്റും. ഡോക്ടർ ബിജുവിനെ പോലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ വലുതോ ചെറുതോ ആവട്ടെ, പക്ഷേ ഡോക്ടർ ബിജുവിൻ്റെ സിനിമകൾ അന്താരാഷ്ട്ര ലെവലിൽ പല സ്ഥലത്തും അക്ലമേഷൻ കിട്ടിയിട്ടുള്ള സിനിമകളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളോ അദ്ദേഹത്തിനോ റിലവൻസ് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഈ ഡോക്ടർ ബിജു എന്നായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഏതൊരു വ്യക്തിയാണ് ഒരാളുടെ ഉള്ളിൽ പ്രതിഭ ഒളിഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണെന്നോ, അല്ലെങ്കിൽ അയാളുടെ ഒരു കലാസൃഷ്ടി ജനത്തിൽ പുറത്തു വരുമ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നതനുസരിച്ചായിരിക്കും. അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ആ സിനിമയ്ക്ക് കിട്ടുന്ന വില എന്താണെന്നുള്ളതും അതിൻ്റെ റിലവൻസിനെ പറ്റി സംസാരിക്കാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ രഞ്ജിത്തിന് എന്താ അവകാശമാണുള്ളത്? അദൃശ്യജാലകൾ പോലെ ഡോക്ടർ ബിജുവിൻ്റെ സിനിമയെ തിരസ്കരിക്കാം. അത് അക്കാഡമിയുടെ രീതികളായിരിക്കാം. ഒരു പക്ഷേ അക്കാഡമിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രൊജഡിസ് ആയിട്ടാണോ, ബയാസ്ഡ് ആയിട്ടാണോ, അതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. സെക്രട്ടറിയും അതുപോലുള്ള ആളുകളൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്. അവരൊക്കെ ബയാസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീടല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ
ഒരാളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. അത് ശരിയല്ല. Okay, right. Yes. സഹകാരിക്ക് ചേർന്നില്ല. Okay, right. ഞാൻ തിരികെ എത്താം. ഞാൻ ആ പോയിന്റിലേക്ക് ഞാൻ എത്താം.